ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ബിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മാങ്ങ വെച്ചിട്ടുള്ള നല്ലൊരു അടിപൊളി വെറൈറ്റി 4 മണി പലഹാരമാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഒരു മാങ്ങ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല പഴുത്ത മാങ്ങ എടുക്കാൻ ശ്രദ്ധിക്കണേ. അപ്പോൾ ഈ മാങ്ങയ്ക്ക് കളർ കുറച്ച് കുറവാണ്, പക്ഷേ എന്നാലും നല്ല മധുരമുള്ള അടിപൊളി മാങ്ങയാണ് കേട്ടോ ഇത്. നമുക്ക് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഞാനിതൊന്ന് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റിയായ ഒരു സ്നാക്കാണ് കേട്ടോ. ഇപ്പോൾ മാങ്ങയൊക്കെ അധികം വിലയൊന്നുമില്ല അല്ലേ, ഇപ്പോൾ മാങ്ങയൊക്കെ ഒരുപാട് കിട്ടാനുണ്ട്. ആ സമയത്ത് ഇതേപോലെ ഒരു സ്നാക്ക് ഒന്ന് തയ്യാറാക്കി നോക്കുന്നുണ്ട്. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടമാകും. ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ്. ഇനിയിപ്പോൾ ഞാനൊന്ന് ഈ മാങ്ങയൊന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ മാങ്ങ ഒന്ന് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അല്ലെങ്കിൽ തോലൊക്കെ കളഞ്ഞ് ചെത്തിയെടുത്താലും മതിയാകും. അപ്പോൾ അത് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. തീരെ കട്ടകളൊന്നും ഇല്ലാതെ അരച്ചെടുക്കണം. അപ്പോൾ മധുരത്തിനായിട്ട് ഞാൻ 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. മാങ്ങയുടെ മധുരത്തിനനുസരിച്ചും നമുക്ക് എത്ര മധുരം വേണം അതിനനുസരിച്ചും പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ അരച്ചെടുത്ത ആ മാങ്ങയുടെ പൾപ്പ് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ മുഴുവനായും ആ ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു ഫ്രഷ് ആയിട്ട് ചിരകി എടുത്തിട്ടുള്ള ഒരു അരക്കപ്പ് തേങ്ങയാണ്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഈ ഒരു മാങ്ങയ്ക്ക് നമുക്ക് ഒരു അരക്കപ്പ് തേങ്ങ മാത്രം മതിയാകും കേട്ടോ. അധികം മൂക്കാത്ത തേങ്ങ എടുക്കാൻ ശ്രദ്ധിക്കണേ. ഇനി ഇതിലേക്ക് ഞാൻ ഒരു അരിപ്പ വെച്ചിട്ട് 250 ml കപ്പിൽ 1 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. മൈദക്ക് പകരം ഗോതമ്പ് പൊടിയും ചേർത്ത് കൊടുക്കുക. അതും ടേസ്റ്റ് തന്നെയാണ്. പിന്നെ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ബേക്കിംഗ് സോഡയാണ്. ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് അരിച്ചിട്ട് ഈ മാങ്ങയുടെ പൾപ്പിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമ്മൾ പാലോ വെള്ളമോ ഒന്നും ചേർത്ത് കൊടുക്കണ്ട. ഈ മാങ്ങയുടെ നനവിൽ തന്നെ നമുക്ക് ഈ മാവ് കുഴഞ്ഞു കിട്ടും. ഒരു മാങ്ങയിലേക്ക് 1 കപ്പ് മൈദപ്പൊടിയാണ് എടുക്കേണ്ടത്. അപ്പോൾ കൺസിസ്റ്റൻസി ഒക്കെ ഇതേപോലെ കറക്റ്റിൽ എടുത്തു കഴിഞ്ഞാൽ ഇതിലേക്ക് വെള്ളമോ പാലോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. കറക്റ്റായിട്ട് നമുക്ക് റെഡിയാക്കി കിട്ടും. ഇതിലേക്ക് വെള്ളമോ പാലോ ഒന്നും ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ സ്നാക്ക് ഒരു പരുവത്തിന് റെഡിയാക്കി എടുക്കാൻ സാധിക്കില്ല. അപ്പോൾ നിങ്ങൾ പൊടി കൂടിപ്പോയെങ്കിൽ മാങ്ങയുടെ ആ ഒരു ജ്യൂസ്, അതായത് ആ പൾപ്പ് കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുത്താൽ മതിയാകും. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാവുന്ന നല്ലൊരു അടിപൊളി 4 മണി പലഹാരമാണ് കേട്ടോ. ഇതേപോലെ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും റെഡിയാക്കി നോക്കുള്ളൂ. തീർച്ചയായും ഇഷ്ടമാകും. അത്രക്കും നല്ല ടേസ്റ്റിയായ ഒരു അടിപൊളി 4 മണി പലഹാരമാണ്. അപ്പം ഞാൻ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് ചൂടാക്കിയിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത്. ഇനി ഞാനൊരു ചെറിയൊരു ബൗളിലേക്ക് അല്പം ഓയിൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു സ്പൂണ് മുക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മാവ് അത്യാവശ്യം നല്ല ഒട്ടിപ്പിടിക്കും. അത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ ആ സ്പൂണിൽ എണ്ണയാക്കിയിട്ട് വേറൊരു സ്പൂൺ കൊണ്ട് കോരിയിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവറിലേക്ക് ഈ മാവ് ആക്കിയതിന് ശേഷം അതിൻ്റെ പ്ലാസ്റ്റിക് കവറിൻ്റെ അറ്റം ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം എണ്ണയിലേക്ക് നമുക്കിങ്ങനെ പീച്ച് ഇടാനും സാധിക്കും കേട്ടോ. അങ്ങനെയും ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ സുഖം അതനുസരിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ച് ചെയ്യരുത്. നന്നായിട്ട് എണ്ണ ചൂടായതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ നിന്ന് ഒരല്പം കുറച്ച് വെച്ചിട്ട് വേണം ഇത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ. ഇത് നമുക്ക് ഒരു ഭാഗം ആകുന്ന സമയത്ത് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നല്ലൊരു അടിപൊളി മണമൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ 2 ഭാഗവും റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ. വളരെ ഈസി ആയിട്ട് മാങ്ങ ഉണ്ടെങ്കിൽ വെറൈറ്റി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി 4 മണി പലഹാരമാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടമാകുകയാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.